Hello, welcome to the YouTube channel of Vyasa Institute of Mathematics. Competitive examinations, confidence road clear ചെയ്യുന്നതിനുള്ള ഷോർട്ട് ടിപ്സ് ആണ് ഈ എപ്പിസോഡിലൂടെ തന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ക്യൂബുകളെ കുറിച്ചും ക്യൂബ് റൂട്ടുകളെ കുറിച്ചുമാണ്. ഒരു നമ്പറിന്റെ ക്യൂബിനെ കുറിച്ചും ക്യൂബ് റൂട്ടുകളെ കുറിച്ചും. ക്യൂബുകളെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ഒരു 12 വരെയുള്ള നമ്പറിന്റെ എങ്കിലും ക്യൂബുകളൊന്ന് ബൈഹാർട്ടാക്കുക. 12 വരെയുള്ള നമ്പറിന്റെ എങ്കിലും ക്യൂബുകൾ ബൈഹാർട്ടാക്കുക. കുറച്ച് നമ്പറിന്റെ ക്യൂബുകൾ ബൈഹാർട്ടാക്കേണ്ടത് നമുക്ക് വളരെ അത്യാവശ്യമാണ്. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യേണ്ടി വരുമ്പോൾ ഒരു നമ്പറിനെ കാണുമ്പോൾ തന്നെ അത് ഏത് നമ്പറിന്റെ ക്യൂബാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. എങ്കിലേ വളരെ വേഗതയിൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. 12 വരെയുള്ള നമ്പറിന്റെ ക്യൂബുകൾ ഞാൻ ഇവിടെ ഒന്ന് എഴുതാം. അത് നിങ്ങളും കോപ്പി ചെയ്തുകൊണ്ട് അത് ബൈഹാർട്ടാക്കാനായിട്ട് ശ്രമിക്കണം. 1 cube equal to 1, 2 cube equal to 8, 3 cube equal to 27, 4 cube equal to 64, 5 cube equal to 125, 6 cube equal to 216, 7 cube equal to 343, 8 cube equal to 512, 9 cube equal to 729, 10 cube equal to 1000, 11 cube equal to 1331, 12 cube equal to 1728. ഇത്രയെങ്കിലും ക്യൂബുകൾ ബൈഹാർട്ടാക്കുക. 1 cube equal to 1, 2 cube equal to 8, 3 cube equal to 27, 4 cube equal to 64, 5 cube equal to 125, 6 cube equal to 216, 7 cube equal to 343, 8 cube equal to 512, 9 cube equal to 729, 10 cube equal to 1000, 11 cube equal to 1331, 12 cube equal to 1728. ഈ ക്യൂബുകളിൽ നിന്ന് നമുക്ക് ക്യൂബ് റൂട്ടിലേക്ക് പോകുന്നതിനുള്ള ഒരു മെത്തേഡ് ഉണ്ടാക്കാം. ക്യൂബ് റൂട്ടിനെ കാണിക്കുന്ന സിംബൽ ഇതാണ്. ഇങ്ങനെയോ അല്ലെങ്കിൽ ഒരു നമ്പർ റേസ് ടു 1/3 ഇങ്ങനെയോ എഴുതും. പവറിൽ 1/3 എന്ന് എഴുതിയാൽ അത് ക്യൂബ് റൂട്ടിനെയാണ് ഉദ്ദേശിക്കുന്നത്. പവറിൽ 1/2 ആണെങ്കിൽ അത് സ്ക്വയർ റൂട്ടിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി നമുക്ക് നോക്കാം. ഒരു 5 ഡിജിറ്റോ 6 ഡിജിറ്റോ ഒക്കെ ആയിട്ടുള്ള നമ്പറിന്റെ ക്യൂബ് റൂട്ട് എളുപ്പത്തിൽ കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് നമുക്ക് നോക്കാം. ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കുന്നതിന് നമുക്ക് തരുന്ന നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റും ക്യൂബ് റൂട്ടിന്റെ ലാസ്റ്റ് ഡിജിറ്റ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉപയോഗിച്ചാൽ വളരെ എളുപ്പത്തിൽ അത് കണ്ടുപിടിക്കാൻ സാധിക്കും. സ്ക്വയർ റൂട്ടിന്റെ പോലെ തന്നെ ക്യൂബ് റൂട്ടിനും തരുന്ന നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റിനും ക്യൂബ് റൂട്ടിന്റെ ലാസ്റ്റ് ഡിജിറ്റും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. ആ റിലേഷൻ last digit of a number, last digit of cube root. നമ്മൾ
കുറച്ചു മുമ്പ് എഴുതിയ ക്യൂബുകളുടെ ലിസ്റ്റിൽ നിന്ന് 1 ക്യൂബ് ഈക്വൽ ടു 1 ആണ്. 11 ക്യൂബ് ഈക്വൽ ടു 1331. അത് രണ്ടും 1ലാണ് അവസാനിച്ചത്. ഇതുപോലെ ഇനി 21 ക്യൂബും 1ൽ അവസാനിക്കും. 31 ക്യൂബും 1ൽ അവസാനിക്കും. മറ്റൊരു നമ്പറിന്റെയും ക്യൂബുകൾ 1ൽ അവസാനിക്കുന്നത് ഇല്ല. സോ നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 1 ആണെങ്കിൽ അതിന്റെ ക്യൂബ് റൂട്ടിന്റെ ലാസ്റ്റ് ഡിജിറ്റും 1 തന്നെയായിരിക്കും. നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 1 ആണെങ്കിൽ അതിന്റെ ക്യൂബ് റൂട്ടിന്റെ ലാസ്റ്റ് ഡിജിറ്റും 1 ആയിരിക്കും. ഇനി 2ൽ അവസാനിച്ച ഒരു ക്യൂബ് കിട്ടിയത് 8ന്റെ ക്യൂബ് റൂട്ട് 8ന്റെ ക്യൂബ് 512 ആയി. 8ന്റെ ക്യൂബ് 512. അപ്പോൾ 512ന്റെ ക്യൂബ് റൂട്ട് 8 അല്ലേ? അതായത് 2ൽ എൻഡ് ചെയ്യുന്ന നമ്പർ ആണെങ്കിൽ അതിന്റെ ക്യൂബ് റൂട്ട് എൻഡ് ചെയ്യുന്നത് 8ലായിരിക്കും. 2ൽ എൻഡ് ചെയ്യുന്ന നമ്പർ ആണെങ്കിൽ അതിന്റെ ക്യൂബ് റൂട്ട് എൻഡ് ചെയ്യുന്നത് 8ലായിരിക്കും. നെക്സ്റ്റ് 3ൽ എൻഡ് ചെയ്ത ഒരു ക്യൂബ് കിട്ടിയത് 7ന്റെ ക്യൂബ് 343 ആണ്. മറ്റൊരു നമ്പറിന്റെയും ക്യൂബിന്റെ അവസാനം 3 ഇല്ല. സോ 3ൽ എൻഡ് ചെയ്യുന്ന നമ്പറിന്റെ ക്യൂബ് റൂട്ടിന്റെ അവസാനം 7 ആയിരിക്കും. 5ൽ എൻഡ് ചെയ്യുന്ന നമ്പറിന്റെ ക്യൂബ് റൂട്ടിന്റെ അവസാനം 5 തന്നെയായിരിക്കും. 6ൽ എൻഡ് ചെയ്ത ക്യൂബ് കിട്ടിയത് 6ന്റെ ക്യൂബിന് 216. 6ന്റെ ക്യൂബിന് 216. മറ്റൊരു നമ്പറിന്റെയും ക്യൂബ് 6ൽ അവസാനിക്കുന്നത് ഇല്ല. അപ്പോൾ 6ൽ എൻഡ് ചെയ്യുന്ന നമ്പറിന്റെ ക്യൂബ് റൂട്ട് എൻഡ് ചെയ്യുന്നത് 6ൽ തന്നെയാണ്. 7ൽ എൻഡ് ചെയ്ത ക്യൂബ് കിട്ടിയത് 3 ക്യൂബ് ഈക്വൽ ടു 27. പിന്നീട് 13 ക്യൂബ് എടുത്താലും അതിന്റെയും അവസാനം 7 വരും. 23 ക്യൂബ് എടുത്താൽ അതിന്റെയും അവസാനം 7 വരും. അതുകൊണ്ട് 7ൽ അവസാനിക്കുന്ന ഏതൊരു നമ്പറിന്റെയും ക്യൂബ് റൂട്ടിന്റെ അവസാനം 3 വരും. 8ൽ അവസാനിച്ച ക്യൂബ് കിട്ടിയത് 2ലാണ്. 2 ക്യൂബ് ഈക്വൽ ടു 8. 12 ക്യൂബ് ഈക്വൽ ടു 1728. പിന്നെ 22 ക്യൂബും 8ൽ അവസാനിക്കും. അതുകൊണ്ട് 8ൽ എൻഡ് ചെയ്യുന്ന നമ്പറിന്റെ ക്യൂബ് റൂട്ടിന്റെ എല്ലാം അവസാനത്തെ ഡിജിറ്റ് 2 ആണ്. 9ൽ എൻഡ് ചെയ്തത് കിട്ടിയത് 9 ക്യൂബ് ഈക്വൽ ടു 729. ഇനി 19 ക്യൂബും 9ൽ അവസാനിക്കും. 29 ക്യൂബും 9ൽ അവസാനിക്കും. അങ്ങനെ നോക്കുമ്പോൾ 9ൽ എൻഡ് ചെയ്യുന്ന നമ്പറിന്റെ ക്യൂബ് റൂട്ടിന്റെ അവസാനവും 9 തന്നെയായിരിക്കും. ഇത്രയും ടേബിൾ പഠിച്ചാൽ ടേബിൾ മനസ്സിലാക്കിയാൽ മതി. ഈ ഒരു ടേബിളിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 2ൽ എൻഡ് ചെയ്യുന്ന നമ്പറിന്റെ ക്യൂബ് റൂട്ട് 8ൽ അവസാനിക്കും. 8ൽ എൻഡ് ചെയ്യുന്ന നമ്പറിന്റെ ക്യൂബ് റൂട്ട് 2ൽ അവസാനിക്കും. 2ൽ എൻഡ് ചെയ്യുന്ന നമ്പറിന്റെ ക്യൂബ് റൂട്ട് 8ലും 8ൽ അവസാനിക്കുന്ന നമ്പറിന്റെ ക്യൂബ് റൂട്ട് 2ലുമാണ്. അപ്പോൾ 2, 8 എന്ന ഒരു പെയർ നിങ്ങൾ ഓർമ്മയിൽ വെക്കുക. 2ൽ എൻഡ് ചെയ്യുന്ന നമ്പറിന്റെ ക്യൂബ് റൂട്ടിന്റെ അവസാനം 8 ആയിരിക്കും. 8ൽ എൻഡ് ചെയ്യുന്ന നമ്പറിന്റെ ക്യൂബ് റൂട്ടിന്റെ അവസാനം 2 ആയിരിക്കും. ഇതുപോലെ ഒരു പെയർ കൊണ്ട് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. 3ൽ എൻഡ് ചെയ്യുന്ന നമ്പറിന്റെ ക്യൂബ് റൂട്ട് 7ലാണ്. 7ൽ എൻഡ് ചെയ്യുന്ന നമ്പറിന്റെ ക്യൂബ് റൂട്ട് 3ലാണ് എഴുതിയത്. അപ്പോൾ അതുകൊണ്ട് നെക്സ്റ്റ് പെയർ 3, 7 എന്ന ഒരു പെയറും ശ്രദ്ധിക്കാം. 3ൽ എൻഡ് ചെയ്യുന്ന നമ്പറിന്റെ ക്യൂബ് റൂട്ട് 7ൽ അവസാനിക്കും. 7ൽ എൻഡ് ചെയ്യുന്ന നമ്പറിന്റെ ക്യൂബ് റൂട്ട് 3ൽ അവസാനിക്കും. ഈ രണ്ട് പെയർ ഒഴിവാക്കിയാൽ മറ്റെല്ലാ നമ്പറിനും നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റും ക്യൂബ് റൂട്ടിന്റെ ലാസ്റ്റ് ഡിജിറ്റും സെയിം ആണ്. 1ന് 1 ആണ്, 5ന് 5, 6ന് 6, 9ന് 9. സോ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കുമ്പോൾ ഈ ഒരു പെയർ മാത്രം നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. 2, 8 എന്നുള്ള പെയറും 3, 7 എന്നുള്ള പെയർ. മറ്റ് എല്ലാ നമ്പറിന്റെയും ലാസ്റ്റ് ഡിജിറ്റും ക്യൂബ് റൂട്ടിന്റെ ലാസ്റ്റ് ഡിജിറ്റും സെയിം ആയിരിക്കും. ഈ ഒരു ടേബിളിനെ ഗൈഡ് ലൈൻ ആയി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വലിയ നമ്പറുകളുടെ ക്യൂബ് റൂട്ടുകൾ കണ്ടുപിടിക്കാൻ സാധിക്കും. അതിന് ഉള്ള മെത്തേഡ് നമുക്ക് നോക്കാം. Say, consider a number cube root of 185,193. ഈ ഒരു നമ്പറിന്റെ ഈ ഒരു 6 ഡിജിറ്റ് നമ്പറിന്റെ
ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കണം എന്ന് കരുതുക. ഇവിടെ ആദ്യം നമ്മൾ നോട്ട് ചെയ്യേണ്ടത് നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ്. ഇവിടെ നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 3 ആണ്. നമ്മൾ പറഞ്ഞു 3 7 എന്നൊരു പെയർ ഉണ്ട്, നമുക്ക് 2 8 എന്നുള്ളൊരു പെയർ ഉണ്ട്. അപ്പൊ 3 ലാണ് നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എൻഡ് ചെയ്യുന്നതെങ്കിൽ ക്യൂബ് റൂട്ടിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 7 ആയിരിക്കും. സോ ഇതിന്റെ ആൻസറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 7 ആണെന്ന് മനസ്സിലാക്കാം. ഇത് പെർഫെക്റ്റ് ക്യൂബ് ഉള്ള ക്യൂബ് ആയിട്ടുള്ള നമ്പർ ആണെങ്കിൽ അതിന്റെ ക്യൂബ് റൂട്ടിന്റെ അവസാനത്തെ ഡിജിറ്റ് 7 ആയിരിക്കും. ഇനി ബാക്കി ഭാഗം എന്താണ് എന്ന് തിരിച്ചറിയുന്നത് ഈ നമ്പറിന്റെ റൈറ്റ് എൻഡിൽ നിന്നുള്ള ലാസ്റ്റ് 3 ഡിജിറ്റുകൾ കളഞ്ഞേക്കുക. ലാസ്റ്റ് 3 ഡിജിറ്റുകൾ നമ്മൾ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നതിനുള്ള എപ്പിസോഡ് പറഞ്ഞപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞത് റൈറ്റ് എൻഡിൽ നിന്നുള്ള ലാസ്റ്റ് 2 ഡിജിറ്റുകൾ ഒഴിവാക്കാനായിരുന്നു. എന്നാൽ ക്യൂബ് റൂട്ടിന് റൈറ്റ് എൻഡിൽ നിന്നുള്ള 3 ഡിജിറ്റുകൾ ഒഴിവാക്കുക. 3 ഡിജിറ്റുകൾ ഒഴിവാക്കി കഴിയുമ്പോൾ കാണുന്ന നമ്പർ 185 ആണ്. 185ന് തൊട്ട് താഴെ വരുന്ന ക്യൂബ് ഉള്ളത് ഏതിൻ്റെതാണ്? നമുക്കറിയാം 5 ക്യൂബ് ഈക്വൽ ടു 125 ആണ്. 6 ക്യൂബ് ഈക്വൽ ടു 216 ആണ്. 5 ക്യൂബ് ഈക്വൽ ടു 125 ആണ്. 6 ക്യൂബ് ഈക്വൽ ടു 216 ആണ്. അപ്പൊ 185ന്റെ തൊട്ട് താഴെ വരുന്ന ക്യൂബ് കിട്ടുന്നത് 5ന്റേതാണ്. 6 ആകുമ്പോൾ 185 കൂടി പോകും. 185ന്റെ തൊട്ട് താഴെയുള്ള ക്യൂബ് കിട്ടുന്നത് 5 ആണ്. അതുകൊണ്ട് ഇതിന്റെ ക്യൂബ് റൂട്ടിന്റെ നെക്സ്റ്റ് ഡിജിറ്റ് 5 ആണ്. സോ ക്യൂബ് റൂട്ട് ഓഫ് 185 ആണ് 183 is equal to 57. That is the answer. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ആ നമ്പറിന്റെ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. Cube root of 389017. Cube root of 389017. ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ് 7 ആണ്. മൾട്ടിപ്ലയർ 37 ഉണ്ട്. അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 7 ആയതുകൊണ്ട് ക്യൂബ് റൂട്ടിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 3 ആയിരിക്കും. ക്യൂബ് റൂട്ടിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 3 ആയിരിക്കും. ഇനി അടുത്ത ഡിജിറ്റ് എന്താണ് എന്ന് തിരിച്ചറിയുന്നത് റൈറ്റ് എൻഡിൽ നിന്നുള്ള 3 ഡിജിറ്റുകൾ കളയുന്നു. 3 ഡിജിറ്റുകൾ കളയുന്നു. 3 ഡിജിറ്റുകൾ കളഞ്ഞാൽ പിന്നെ കാണുന്ന നമ്പർ 3809. 389 തൊട്ട് താഴെ വരുന്ന ക്യൂബ് ഏതിൻ്റെതാണ്? നമുക്ക് 7 ക്യൂബ് ഈക്വൽ ടു 343 ആണല്ലോ. 8 ക്യൂബ് ഈക്വൽ ടു 512 ആണ്. 7 ക്യൂബ് ഈക്വൽ ടു 343 ആണ്. 8 ക്യൂബ് ഈക്വൽ ടു 512 ആണ്. അപ്പോൾ 389 തൊട്ട് താഴെ വരുന്ന ക്യൂബ് കിട്ടുന്നത് 7ൻ്റെതാണ്. അതുകൊണ്ട് ഇതിന്റെ ക്യൂബ് റൂട്ടിന്റെ സ്റ്റാർട്ടിംഗ് ഡിജിറ്റ് 7 ആയിരിക്കും. So the answer is 73. ഈ നമ്പറിന്റെ ക്യൂബ് റൂട്ട് 73 ആയിരിക്കും. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ക്യൂബ് റൂട്ട് ഓഫ് 32768. 32768. Here the last digit is 8. Our pair is 2 8 and 3 7. Here 2 8 എന്നുള്ള pair ഉപയോഗിക്കാം. ലാസ്റ്റ് ഡിജിറ്റ് 8 ആയതുകൊണ്ട് ക്യൂബ് റൂട്ടിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 2 ആയിരിക്കും. ഇനി അടുത്ത ഡിജിറ്റ് അറിയുന്നതിന് ഇവിടെ നിന്നുള്ള 3 ഡിജിറ്റുകൾ കട്ട് ചെയ്ത് കളയുന്നു. പിന്നീട് കാണുന്ന നമ്പർ 32. 32ന്റെ തൊട്ട് താഴെ വരുന്ന ക്യൂബ്. We know that 3 cube equal to 27 and 4 cube equal to 64. അപ്പോൾ 32ന്റെ തൊട്ട് താഴെയുള്ള ക്യൂബ് കിട്ടുന്നത് 3 ആണ്. അതുകൊണ്ട് ഇതിന്റെ ക്യൂബിന്റെ സ്റ്റാർട്ടിംഗ് 3 ആയിരിക്കും. So the answer is 32. The answer 32. Then one more example, let us see. Cube root of 97336.
Here the last digit is 6. 3, 7, 2, 8 എന്നുള്ള രണ്ട് പറയുന്നതിലെ ബാക്കി എല്ലാ ഡിജിറ്റുകൾക്കും നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റും ക്യൂബ് റൂട്ടിന്റെ ലാസ്റ്റ് ഡിജിറ്റും സെയിം ആയിരിക്കും. അതുകൊണ്ട് 6 ആയതുകൊണ്ട് ലാസ്റ്റ് ഡിജിറ്റ് 6 തന്നെ. ഇനി അടുത്ത ഡിജിറ്റുകളിൽ നിന്ന് 3 ഡിജിറ്റുകൾ കട്ട് ചെയ്ത് കളയുക. 3 ഡിജിറ്റുകൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ പിന്നുള്ളത് 97. 97 തൊട്ട് താഴെ വരുന്ന ക്യൂബ് നമുക്ക് 4 ക്യൂബ് ഈക്വൽ ടു 64 ആണ്. 5 ക്യൂബ് ഈക്വൽ ടു 125 ആണ്. അപ്പോൾ 97 തൊട്ട് താഴെ വരുന്ന ക്യൂബ് ഉള്ളത് 4 ആണ്. So the starting digit is 4. Therefore the answer is 46. ഈ രീതിയിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ക്യൂബ് ആയിട്ടുള്ള എല്ലാ നമ്പറുകളുടെയും ക്യൂബ് റൂട്ടുകൾ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. നമുക്ക് കൂടുതൽ ഇതുപോലുള്ള ടിപ്പുകൾ അടുത്ത എപ്പിസോഡുകളിൽ തരാം. സോ താങ്ക് യു.